അതിന്റെ നാഡീനരമ്പുകൾ സൃഷ്ടിച്ചും ബ്ലഡ് സർക്കുലേഷൻ കുറയും. എന്താ കാര്യം? ആ റേഡിയേഷൻ എതിരാ, നമ്മുടെ ബോഡിക്ക് പറ്റത്തില്ല. എന്നാൽ മോർണിംഗ് രാവിലത്തെ റേഡിയേഷനും വൈകിട്ടത്തെ റേഡിയേഷൻ എന്നുവെച്ചാൽ ഉദയസൂര്യന്റെ രശ്മിയും അസ്തമയ സൂര്യന്റെ രശ്മിയും നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. എന്നാൽ സൂര്യഭഗവാൻ മേളിൽ പോകുമ്പോൾ നമുക്ക് ഈ രശ്മി കൊള്ളരുത്, നമ്മൾ നോക്കരുത്, അത് ബുദ്ധിമുട്ടാണ്. എന്നാൽ നമ്മുടെ ചുറ്റും, വീടിന്റെ ചുറ്റും മരക്കാലുകളും പ്ലാവും കൊമ്പും എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഗ്രീനിഷ്, ആ റേഡിയേഷനെ അത് പ്രിവെന്റ് ചെയ്യും. നമുക്ക് വെളിയിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ കണ്ണിന് ബുദ്ധിമുട്ട് വരുത്തും. മനസ്സിലായോ? പ്രകൃതിയുടെ വരദാനങ്ങൾ നമ്മള് എങ്ങനെ അനുഭവിക്കുന്നു എന്നുള്ളത് വെരി ഇമ്പോർട്ടൻറ്റ്. അത് മനസ്സിലായി. അപ്പൊ നമുക്കറിയാം, ഇനിയിപ്പോ നിങ്ങളുടെ വീടിന്റെ രാജഡോക്ടർ ഇങ്ങനെ പറഞ്ഞെന്ന് വീടിന്റെ ടൈലൊന്നും ഇളക്കി കളയണ്ട. അതിന് വേറെ വിദ്യ ഞാൻ പറഞ്ഞത്. ഞാനത് പ്രാക്ടിക്കലി ഇപ്പം ചെയ്തോണ്ടിരിക്കും. ഞാൻ വലിയ ഡ്രം വാങ്ങിച്ചു. വലിയ ഡ്രം ഉണ്ടല്ലോ, വീപ്പ എന്ന് പറയുന്നത്, ഓയിലൊക്കെ വരുന്ന വലിയ ഡ്രം, അത് വാങ്ങിച്ച് ഒരു 10-40 എണ്ണം വാങ്ങിച്ച് എൻ്റെ വീടിന് ചുറ്റും വെച്ച് മണ്ണ് നിറച്ച് അതിന്റെ പ്രൊസീജിയറാണ്. മണ്ണും വെച്ച് കല്ലും ചാണകപ്പൊടിയും അത് അറക്കപ്പൊടിയും എല്ലാം കൂടെ വെച്ച് മിക്സ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ അകത്ത് പ്ലാന്റ് നട്ടു. പ്ലാന്റ് വെച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സിൽ ആഗ്രഹമുള്ള ഫ്രൂട്ട്സ്, മൽബറി നട്ടു. ഓസ്ട്രേലിയൻ മൽബറി ഇത്രയും നീളം ഉണ്ടാവും. 4 മൽബറി കഴിച്ചാൽ നല്ല സുഖമാണ്, നല്ല ഉഗ്രൻ ഫുഡാണ്. മൽബറി കഴിച്ചു. പിന്നെ സ്വീറ്റ് ലൂബി എന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരമുള്ള ഓലോലിക്ക, പിന്നെ പേരയ്ക്ക, പിന്നെ ബേറാപ്പിൾ, പിന്നെ പ്ലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച് 1 വർഷം കഴിഞ്ഞപ്പോഴും കഴിച്ചു. ഈ പ്രാവശ്യം ഉടനെ അങ്ങനെ ഒരു 10-40 വെറൈറ്റി ഫ്രൂട്ട്സ് ഈ ട്രിമ്മിൻ്റെ അകത്ത് വെച്ചു. അപ്പോൾ ഈ ഭാര്യയെ ഞാൻ മടിച്ചാക്കിയില്ല. അവൾക്ക് ആ ഡ്യൂട്ടി ഞാൻ കൊടുത്തു. നീ വെള്ളം ഒഴിക്കുക, അതിന് വളമിടുക, മറ്റേ കിടന്ന് ഉറങ്ങിക്കൊണ്ട് കിടക്കുക. ഒരു 3 പേരും കഴിച്ചു, ഞങ്ങൾ 2 മാത്രമല്ലേ ഉള്ളൂ, എന്താ ആഹാരം കഴിക്കാൻ. അപ്പൊ അവളെ എനിക്ക് അവൾക്കൊരു ഡ്യൂട്ടിയായി. അവളെ ഇടയ്ക്ക് പറിച്ചോണ്ട്, ഒരു സിഡൂബി പറിച്ചോണ്ട്, ചക്ക കൊണ്ട്, അങ്ങനെ എല്ലാ ദിവസവും നമ്മുടെ മുറ്റത്ത് നമ്മുടെ ജൈവവളം കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതായ ഫുഡ് ഐറ്റംസ് നമ്മളിപ്പോ കഴിക്കുന്നത്. ഇതൊക്കെ ഓരോന്നിട്ട് നമ്മൾ കോപ്പി ചെയ്തായിരിക്കും. വേറെ ചികിത്സയ്ക്ക് പോകാൻ ഞാൻ കണ്ടതാ, അത് നമ്മൾ കോപ്പി ചെയ്തു, അത് നമുക്ക് അനുഗ്രഹമായി. അപ്പൊ നമ്മുടെ കണ്ണിന് നല്ലതായി. നമ്മൾ ഉച്ചയ്ക്ക് നോക്കുമ്പോൾ നല്ല പച്ചിപ്പ്, വീട്ടിലുള്ള ഇവിടെ നല്ല രസമുണ്ടല്ലോ, ആ ഒരു അപ്രിസിയേഷൻ, നമ്മുടെ മനസ്സിന് സന്തോഷം. ഒന്നും ചെയ്തില്ല, വലിയ എമൗണ്ട് ഒന്നും വരത്തില്ല. ഓരോ സാമ്പത്തികമുള്ളവർ 1-2 അങ്ങനെ ദിവസം, ഓരോ മാസമോ 2-3 ആയിട്ട് നമ്മുടെ വീടിന് ചുറ്റും വെക്ക്, നല്ല രസമായിരിക്കും. അപ്പൊ നമുക്കറിയാം നമ്മൾ ഇന്ന് വെള്ളം കുടിക്കുന്നത്. അപ്പൊ അത് മാറി, ഗ്രീനിഷ് കണ്ടന്റ് മാറി. ഞാൻ പ്രകൃതിയെ പറ്റിയാ പറയാം. ഇപ്പൊ രണ്ടാമത്തെ ഒരു ഐറ്റം എന്താ? വെള്ളം, വാട്ടർ. എന്തിനാ നമ്മുടെ മാഗ്നറ്റിക് വാട്ടറിൽ പൊതിയുന്നത്? എന്തിനാ? നമ്മുടെ പാഡില്ലാത്ത കുപ്പിക്കകത്ത് വെള്ളം എടുത്ത് പൊഴിഞ്ഞ് മാഗ്നറ്റിക് വാട്ടർ കുടിക്കും. ഈ വാട്ടറാണ് നമ്മുടെ ഈ ബയോട്ടത്തിലെ ഏറ്റവും പുലി. അതിന് നമ്മൾ ഏതൊക്കെ രീതി ഉപയോഗിക്കുന്നുണ്ട്? ഒന്നും ഉപയോഗിക്കേണ്ട. നമ്മൾ രാവിലെ 6 മണിക്ക് മുമ്പുള്ള കിണറ്റിലെ വെള്ളം തൊട്ടി ഇടിച്ച് കോരി ഉപയോഗിച്ചാൽ മതി. അത് മാഗ്നറ്റിക് വാട്ടറാണ്. ആ മാഗ്നറ്റിസം സൂര്യപ്രകാശം വരുമ്പോൾ, അത് റേഡിയേഷൻ വരുമ്പോൾ ആ മാഗ്നറ്റിസത്തിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു വരും. അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ മോട്ടർ അടിച്ച് ആ ട്യൂബിന്റെ അകത്തോട് വെളി കിളുമ്പോൾ ഈ വാട്ടർ ടാങ്ക് എവിടെ ഇരിക്കുകയായിരിക്കും? ടെറസിന്റെ ആയിരിക്കാം. 12 മണിയാകുമ്പോൾ ഹീറ്റ് ഒന്നും തിളപ്പിക്കേണ്ട, അത് തിളച്ച വെള്ളമായിരിക്കും. അപ്പോഴത്തേനും അതിന്റെ ഓക്സിജൻ ആയിട്ട് പോയി മാഗ്നറ്റിസം ലോസ് ആവും. മണ്ണി നിൽക്കുന്നില്ലല്ലോ, ആ വെള്ളം നമ്മൾ കുടിക്കുന്നത് അല്ലേ? നമ്മളെ പ്രത്യേകിച്ച് പറയും, നിങ്ങൾ വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ ചത്ത വെള്ളം. കറക്റ്റാ, ഓക്സിജൻ ആയിട്ട് പോയി എല്ലാ എലിമെന്റ്സും പോകും. ചത്ത വെള്ളം ഈ മാഗ്നറ്റിക് പാഡിനകത്ത് ഉപയോഗിച്ച് വെച്ചാൽ ഒരു പ്രയോജനവും ഇല്ല. അതുപോലെ തന്നെ കിണറ്റിലെ വെള്ളം മോട്ടർ അടിച്ചിട്ട് ടെറസിൽ മോട്ടർ ടാങ്ക് വെച്ചിട്ട് അതിൻ്റെ അകത്ത് വെള്ളം കുടിക്കുമ്പോഴും സെയിം എഫക്റ്റ്. നമുക്കൊരു പ്രയോജനമില്ല. നമ്മൾ ഈ മാഗ്നറ്റിക് വാട്ടർ ക്ലിയർ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം ഇടിച്ച് കോരി 6 മണിക്കൂർ ഒരു കലത്തിന്റെ അകത്ത് വെച്ച് ആ വെള്ളം ഇത് നമ്മുടെ മാഗ്നറ്റിക് പാഡ് പൊതിയണം. അവിടെ 100% റിസൾട്ട്. നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചൂടുവെള്ളത്തിന് പുറകെ പോവാ. അല്ല, നമ്മുടെ പൈപ്പ് വെള്ളം മോശമാണ്, മാഗ്നറ്റിസം ഇല്ല അതിൻ്റെ അകത്ത്, അങ്ങനെ ഓക്സിജൻ ഇല്ല, ചൂടായി കഴിഞ്ഞാൽ പോവും. അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കുക. അപ്പൊ തീർച്ചയായിട്ടും ദൈവത്തിന്റെ വരദാനങ്ങളായ മനുഷ്യന് ആവശ്യമുള്ള മഴയില്ലെങ്കിൽ ഈ ലോകം ജീവിക്കാൻ പോലും പറ്റത്തില്ല. ആ മഴ ഡയറക്റ്റ് നമ്മുടെ ഭൂമി വീഴണം, അത് ഊറ്റി ഇറങ്ങിയിട്ട് പുറ്റി വരണം. ഇന്ന് എവിടാ പോകുന്നത്? അറേബ്യൻ കടലിലാ പോകുന്നത്. എന്താ കാര്യം? നമ്മുടെ മുറ്റത്ത് വീഴുന്ന വെള്ളം ഇന്ന് അറേബ്യൻ കടലിലും തോട്ടിലുമാ പോകുന്നത്. വിത്തിൻ സെക്കൻഡിനുള്ളിൽ നമ്മുടെ കിണറ്റിൽ പോകുന്നില്ല. നമ്മുടെ കിണറ്റിൽ നമ്മുടെ അയ്യത്ത് താഴണം ആ വെള്ളം. ഇന്ന് മുന്നേ എല്ലാം ടൈല, അതിലൊക്കെ ഒഴിച്ച് സ്പീക്കർ അങ്ങ് പോവാം.
അപ്പം ആ വെള്ളം ഭൂമിയിൽ നിന്ന് പ്രകൃതിദത്തമായ മഴവെള്ളം ഭൂമിയിൽ വന്ന് വീണ് താന്ന് നമ്മുടെ കിണറ്റിൽ ഊറ്റിറങ്ങിയിട്ട് ആ വെള്ളമാണ് റിയൽ വാട്ടർ. മനസ്സിലായി? അതും ഇന്ന് നമുക്ക് അന്യം. അപ്പൊ നമ്മൾ ഭൂമിയോട് ടച്ചില്ല, നമ്മുടെ കണ്ണിനുള്ളതായ കുളിർമയേകുന്നതായ പച്ചപ്പില്ല, നമ്മുടെ ശരീരത്തിനുള്ള എല്ലാ സെൽസും വേണ്ട ഹൈഡ്രേറ്റ് ചെയ്യുന്നതായ ഓക്സിജൻ ഹൈഡ്രേറ്റ് ചേർന്നതായ എലിമെന്റ്സ് ചേർന്നതായ മഴവെള്ളമില്ല. പിന്നെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ആ സിസ്റ്റം എല്ലാം ഇപ്പൊ ഈ ബയോട്ടോർത്തിന്റെ അകത്ത് കൊണ്ടുവന്നു അല്ലേ? ബെഡ് കൊണ്ടുവന്നു, മാഗ്നറ്റിക് എനർജി, പിന്നെ നമ്മൾ വാട്ടർ കൊണ്ടുവന്നു, പിന്നെ തല ശരിയാകാനുള്ള പില്ലോ പോഡ് കൊണ്ടുവന്നു, പിന്നെ റിസ്റ്റ് എപ്പോഴും എനർജി കിട്ടാനുള്ള റിസ്റ്റ് ബാൻഡ് കൊണ്ടു അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. ഈ ബയോട്ടറി ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. രണ്ടാമത്തെ ആവശ്യം എന്താ? നമുക്കറിയാം, നമ്മുടെ ഈ ലോകത്ത് മാഗ്നറ്റിസം ഇന്ന് ഡയറക്റ്റ് ഭൂമിയിൽ നിന്ന് കിട്ടുന്നില്ല. അതെല്ലാവരും അഡ്മിറ്റ് ചെയ്തു. ഇനി ഇപ്പം നമുക്ക് കിട്ടാനും പറ്റത്തില്ല. അപ്പൊ നമ്മൾ മാഗ്നറ്റിക് ബെഡ് ഉപയോഗിച്ചു. അതിന്റെ അപ്പുറത്ത് ഇടിവെട്ടിന്റെ തല പാമ്പ് ഇടിവെട്ടിന്റെ തല പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ പോലെ നമുക്ക് മാഗ്നറ്റിസം കുറഞ്ഞു. റേഡിയേഷൻ എന്ന് പറഞ്ഞ വലിയൊരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്താ? വൈഫൈ റേഡിയേഷൻ. ഈ ലോകം മൊത്തം വൈഫൈ. ഈ വൈഫൈ റേഡിയേഷൻ ഏകാത്ത പ്രതലം ഇത് മാത്രമേ ഉള്ളൂ. എവിടെ? വനം മാത്രമേ ഉള്ളൂ. കാട്ടു മൃഗങ്ങൾ അല്ലെങ്കിൽ കാട്ടിലെ വനം അല്ല ഘോര വനങ്ങള്, അവിടെ വൈഫൈ റേഡിയേഷൻ വരത്തില്ല. അതുകൊണ്ടാണ് മൃഗങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കുന്ന, അസുഖമില്ലാതെ ജീവിക്കുന്നത്. കാട്ടിലെ മൃഗങ്ങൾക്ക് ഏതിനെങ്കിലും അസുഖമുണ്ടോ? ഇന്ന് വരെ എൻ്റെ ജീവിതത്തിലല്ല എൻ്റെ അറിവിൽ ഒരു അസുഖം വന്ന് കാട്ടിലെ മൃഗങ്ങൾ മരിച്ചായിട്ട് റിപ്പോർട്ടില്ല. ഒന്നേ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ഉണ്ടാക്കും, അല്ലെ ഓൾഡ് ഏജ് ഉണ്ടാക്കും, അല്ലെ പാറയൊന്നുമല്ല വീട് വരിയും കാലും മണി. ഈ പാറയെന്ന് ഇപ്പം തന്നെ ഒരു പുലി ഒരു കുരങ്ങനെ പിടിക്കാനായിട്ട് മരത്തെ കയറും ഇല്ലേ? മരത്തെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വീഴും, ചിലപ്പോൾ അതിന്റെ കാലൊടിയും. ഈ കാലൊടിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പോകുമ്പോൾ പ്ലാസ്റ്റർ ഇടാനായിട്ടുള്ള വെറ്ററിനറി ഡോക്ടർ അവിടെ പോകും. ഈ പുലി ആ ഒടിഞ്ഞ കാലും കൊണ്ട് നിരങ്ങി വലിച്ച് ഒരു മരത്തിന്റെ മുട്ടിക്കൊണ്ടു ആ വെയിലത്ത് പോയി കിടക്കുമോ? അവൻ നമ്മളെക്കാട്ട് വിവരമുണ്ട്. മരത്തിന്റെ അകത്ത് പോയി കിടന്നിട്ട് പറ്റുവാണെങ്കിൽ ഒരു കൈ കൊണ്ട് ഒരു കുഴി ഉണ്ടാക്കും. കുഴി ഉണ്ടാക്കിയ കുഴിക്കകത്ത് കിടന്ന് അവൻ തന്നെ ഒരു 10-20 ദിവസം കഴിയുമ്പോൾ പതുക്കെ നിരങ്ങി വെള്ളം കുടിക്കാൻ പോയി അങ്ങനെ ഓട്ടോമാറ്റിക് റിക്കവറി ചെയ്യാം. ഒരു എല്ലിനും പ്ലാസ്റ്റർ ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അതിന്റെ ആ ബോഡി തന്നെ ഡോക്ടറാണെന്ന് നമ്മൾ പറയത്തില്ലേ? ഏറ്റവും വലിയ മിഷൻ നമ്മുടെ ഹ്യൂമൻ ബോഡി, ഏറ്റവും വലിയ ഡോക്ടറും ഹ്യൂമൻ ബോഡിയാണ്. ആ ഹ്യൂമൻ ബോഡിയുടെ പ്രോസസ്സ് മതി. ആ പ്രോസസ്സിന് അനുയോജ്യമായ ഘടകങ്ങൾ കൊടുക്കണം. മാഗ്നറ്റിസമാണ് ഫസ്റ്റ് ഘടകം, പിന്നെ തണുപ്പ്, പിന്നെ നമ്മുടെ നാച്ചുറലിന്റെ ഓക്സിജൻ. ഇതെല്ലാം സുലഭമായിട്ട് കിട്ടുവാണെങ്കിൽ ഈ ഒരു ഡോക്ടറുടെ ആവശ്യമില്ല. അത് നമ്മൾ കണ്ടനുഭവിച്ച് മനസ്സിലാക്കുന്നതല്ലേ. കാട്ടിലെ പക്ഷിമൃഗാദികൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? അവർ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യും. അവർക്ക് തന്നെ ആ ട്രീറ്റ്മെന്റിന്റെ പശ്ചാത്തലം അവർ തന്നെ ഒഴുക്കി അത് യൂസ് ചെയ്യും. നമ്മൾ ഇന്ന് എന്തെങ്കിലും കാലൊന്നും വേദന ഒന്നുകൊണ്ട് ഡോക്ടറെ പോകും, അവിടെ തന്നെ സ്കാനിങ് എടുക്കും അല്ലേ? ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു 6-7 മാസം മുമ്പ് ഞാൻ ബൈക്കിൽ വീണു. ബൈക്കിൽ നിന്ന് ഒരു ബൈക്കുകാരൻ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ബ്രേക്ക് പിടിച്ചു, എന്റെ സ്കിഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ നമ്മുടെ പത്തിയുടെ മേളത്തെ ആ മുഴയുണ്ടല്ലോ, ആങ്കിൾ ജോയിന്റ്, അവിടെ പ്രശ്നമായിട്ട് ഡോക്ടർ അവിടെ ചെന്നിട്ട് ഡോക്ടർ പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്തിട്ട് അതിനെ കമ്പിയിട്ട് കെട്ടണം എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഞാൻ മാഗ്നറ്റിക് പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ആ ശരി ഡോക്ടർ, പിന്നെ വരാമെന്ന് പറഞ്ഞു. ഞാൻ ധൈര്യമായിട്ട് പോയി. ആ ധൈര്യവും ഇതിനൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വന്നിട്ട് എന്ത് ചെയ്തു, ഈ റിസ്റ്റ് ബാൻഡ് അവിടോട്ട് മുഴോട്ട് കെട്ടി ഞാൻ ആ കൂളായിട്ട് കിടന്നു. ഞാൻ ബെഡേ കിടക്കുന്ന ടൈം കൂട്ടി ഈ വെള്ളം എടുത്ത് കാലയിലൊക്കെ പുരട്ടി ഒരാഴ്ച കഴിഞ്ഞുകൊണ്ട് ഞാൻ പതുക്കെ എണ്ണിച്ച് നടന്ന് എനിക്ക് എൻ്റെ പ്രശ്നമില്ല. ഇപ്പൊ ആ മുഴയും പോയി, അല്ല അയാൾ പൂർവാധീന ശക്തിയായി. അപ്പൊ പക്ഷെങ്കിൽ ആ തിയറി അറിയാൻ പറ്റാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ഉടൻ തന്നെ ആശുപത്രി പോയി എക്സ്റേ എടുത്തു, സ്കാനിങ് എടുത്തു. എൻ്റെ പൊട്ടി കിട്ടി ആ പാടെ കുടുംബത്തെ വിറപ്പിക്കും, അവനും വിറപ്പിക്കും, അവനും സമാനമില്ല, കാശും പോകും. അപ്പൊ നമ്മുടെ മാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോഴും പറയും, ഞാൻ മാത്രമല്ല, ഇപ്പൊ മനോജ് സാറും ആ വേർഡ് ഏറ്റെടുത്തിട്ടുണ്ട്, അൺസീൻ പവർ ഓഫ് ദ വേൾഡ് എന്ന് പറയും അല്ലെ? ഇപ്പൊ ഞാൻ മനോജ് സാറ് എപ്പോഴും പറയുമ്പോൾ മനോജ് സാർ ഇതിൽ നിന്ന് കടമെടുത്തത് ആ വാക്ക്. അൺസീൻ പവർ ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു സാധനമുള്ളൂ, മാഗ്നറ്റിക് എനർജി കാണാൻ പറ്റുമോ? അതിന് പവർ മനസ്സിലാക്കാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല. ദൈവത്തിന്റെ അതേ ശക്തിയാണ് ദൈവം സൃഷ്ടിച്ച പ്രൊഡക്റ്റ്. ആ മാഗ്നറ്റിക് എനർജി നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് വേണ്ടുന്ന വിധത്തിൽ വേണ്ടുന്ന സമയം വേണ്ടുന്ന പോലെ ഉപയോഗിക്കണം. ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഞാൻ പരീക്ഷിച്ച 2-3 ടിപ്സ് കൂടെ പറയാം. നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലല്ലോ? ഇല്ല സാർ, ഇല്ല. സൂപ്പർ ക്ലാസ് ആണ്. അപ്പൊ നമ്മളെ പറയാം. നമ്മളിപ്പോ ഈ മാഗ്നറ്റിക് പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നു, നമ്മൾ കറക്റ്റ് ബെഡേ കിടക്കുന്നു.
എല്ലാവരും TV എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് 10 മണിക്ക് കിടക്കാൻ ചേരും, ചിലപ്പോൾ 5 മണിക്ക് 6 മണിക്ക് എണീക്കും. നമ്മൾ എത്ര സമയം ഇതേ കിടക്കുന്നോ അത്രയും നല്ലതാണ്. ഇപ്പൊ ഒരു വീട്ടിൽ ചെന്നിട്ടുണ്ട്, ഒരു നല്ലൊരു വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, സാർ ഈ വെള്ളം തൊട്ടിട്ട് ഇങ്ങനെയൊക്കെ ആക്ഷൻ കാണിച്ചപ്പോൾ ഈ ശക്തിയൊക്കെ ഞങ്ങൾ അമ്പരന്ന് പോയി സാറേ. സാറേ ആ ഒരു പ്രൊഡക്റ്റിന്റെ അകത്ത് നമ്മൾ എത്ര മണിക്കൂർ കിടക്കും, നമ്മുടെ എല്ലൊക്കെ പൊട്ടിപ്പോത്തില്ലേ സാറേ? എന്തോ ഈ സാറ് പറയുന്നത്, എന്തൊരു ശക്തിയാ സാറേ? ശരിയല്ലേ? നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനിപ്പം എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉച്ചയ്ക്ക് പ്രൈവറ്റ് പ്രാക്ടീസ് രാവിലെ ഇല്ലെങ്കിൽ ഞാൻ ഫുൾ ടൈം അതേ കിടക്കും, എനിക്ക് ഇഷ്ടം അതേ കിടക്കാൻ. അപ്പം എനിക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് റിയാക്ഷൻ വരുമ്പോൾ ഞാൻ 24 hours 48 hours കിടക്കും. അപ്പം നമുക്ക് തന്നെ ഇത്രയും മാഗ്നറ്റ് ബെഡേ കിടക്കണോ? ബാൻഡ് ഉണ്ട്, രാത്രിയിലും പകലും ബാൻഡ് ഉണ്ട്, ബെഡേ കിടക്കുന്നു, പില്ലോ പാഡ് വെക്കുന്നു, മാഗ്നറ്റിക് വാട്ടർ കുടിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്ന മാഗ്നറ്റ് കൂടുതലാകത്തില്ല ഒരു ബോഡി. കൂടുതൽ പേര് എടുക്കാത്തതിന്റെ ഒരു റീസൺ അതാ. നിങ്ങളോട് ആ ചോദ്യം ചോദിച്ചാൽ നിങ്ങളെന്ന് പറയാം, ഞാൻ നിങ്ങൾ ചോദിക്കുക. ചാക്കോ സാറോട് ചോദിക്കാം, ചാക്കോ സാറേ ഒരു മാഗ്നറ്റിന് 5000 ഹോഴ്സ് പവർ, 100 മാഗ്നറ്റ്, പില്ലോ പവർ 30, വാട്ടർ പാഡ് 30, റെസ്റ്റ് ബാൻഡ് 30, ഈ മാഗ്നറ്റിന്റെ എല്ലാം കൂടെ കൂട്ടി ഹൗസ് പവർ കുട്ടിയൊക്കെ ഇതെല്ലാം ഒരു മനുഷ്യ ശരീരത്തിൽ വിടുമ്പോൾ എല്ലാം ഞെരുങ്ങി ഒടിഞ്ഞു പോത്തില്ലേ സാറേ? എന്തോ സാർ പറയുന്നത്? കൂടുതൽ പേര് ഈ പ്രൊഡക്റ്റ് എടുക്കാത്തതിന്റെ ഒരു റീസൺ എന്താ? ചുമ്മാ ഇത്ര വലിയ മാഗ്നറ്റ് ഒന്നും കിടക്കാനുള്ള സാധനമല്ല, അതൊക്കെ പോട്ടി മാഗ്നറ്റ് ഭയങ്കര ശക്തി ഉണ്ടാവും. അതിനെന്നാ മറുപടി പറയുന്നത്? ഒരാളെങ്കിലും പറയാമോ? ചാക്കോ സാർ പറയാമോ? അതിനെ ഉത്തരം പറയാമോ? സലീം സാർ പറയാമോ? ഞാൻ പറയാം സാറേ. നമ്മുടെ ബോഡിയിൽ ഒരു സർക്കോഡിയം സിസ്റ്റം ഉണ്ട്. നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് ഒരു സർക്കോഡിയം റിഥം ഉണ്ട്. അതായത് ഒരു ട്രാൻസ്ഫോമർ നമ്മുടെ ശരീരത്തിനകത്തും ദൈവം ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ റോഡിൽ കണ്ടിട്ടില്ല മനസ്സിലായി. നമ്മുടെ ബോഡിയിൽ ഒരു ട്രാൻസ്ഫോമർ സിസ്റ്റമാണ് ഇതിനെ കൺട്രോൾ ചെയ്ത്. നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫോമർ കൊടുക്കില്ലേ? നമ്മുടെ ബോഡിയിൽ അതുണ്ട്. നമ്മുടെ കൂടിൽ പ്രത്യേകിച്ച് മാഗ്നറ്റിസത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്, അത് പറഞ്ഞില്ല. കൂടിയത് കുറയും, കൂടിയത് കുറയാനല്ല നോർമലിലായി വരാൻ, കുറഞ്ഞതും കൂടാനല്ല നോർമൽ വരാൻ. അപ്പൊ ഒറ്റ വാക്ക് നോർമലൈസേഷൻ ഓഫ് ഹ്യൂമൻ ബോഡിയാണ് അതിന് ആൻസർ. അതിന് നമ്മുടെ ചിലപ്പം അതിൻ്റെ അകത്ത് ട്രാൻസ്ഫോമർ കാണും, അല്ലെ അതിന്റെ മെക്കാനിസം കാണും. എന്തോ ആണെങ്കിലും നമ്മൾ കൂടിയാലും കുറഞ്ഞാലും ബോഡി അത് ആവശ്യമുള്ളതേ എടുക്കും. അല്ലെങ്കിൽ പിന്നെ കാട്ടിലെ മൃഗങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ പോരെ? ബിഗ്ഗസ്റ്റ് നമ്മുടെ ബയോടെർത്തിനെ കാട്ടി എത്രയോ ബിഗ്ഗസ്റ്റ് മാഗ്നറ്റ്, എത്ര പവർഫുൾ ആണ് നമ്മുടെ ഭൂമിയാവുന്ന മാഗ്നറ്റ്. ആ ഭൂമിയിലാണല്ലോ ഉള്ള പക്ഷി മൃഗാദി ഈ ട്രൈബ്സ് എല്ലാം 24 മണിക്കൂർ ഭൂമിയിലല്ലേ. അവർക്ക് എന്തെങ്കിലും കുഴപ്പം വരുന്നുണ്ടോ? മാഗ്നറ്റ് കൂടിയെന്നും പറഞ്ഞ് ആശുപത്രി വരുന്നുണ്ടോ? അല്ല മാഗ്നറ്റിസത്തിന്റെ ശക്തി കൂടിയെന്നും പറഞ്ഞ് ബ്ലഡിന്റെ അകത്ത് കൂടിയെന്നും പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുമോ? സാറേ എന്റെ ബ്ലഡിന്റെ അകത്തെ ഷുഗർ അല്ല സാറേ എനിക്ക് പ്രശ്നം, ഞാൻ മാഗ്നറ്റിക് ബെഡ് ഉപയോഗിക്കുന്നുണ്ട്, എന്റെ മാഗ്നറ്റിസ് എന്റെ ബ്ലഡിൽ കൂടുതലാണ് സാറേ എന്ന് പറഞ്ഞ് പോയി ടെസ്റ്റ് ചെയ്യുമോ? അല്ല അതിന്റെ അളവാരെങ്കിലും ഏതെങ്കിലും ടെസ്റ്റ് പറയുമോ? ഇല്ല. അത് അൺസീൻ പവറാണ്. അൺസീൻ പവറിനെ കൺട്രോൾ ചെയ്യുന്നത് ആ സിസ്റ്റമാണ്, നമ്മുടെ ഹ്യൂമൻ ബോഡി സിസ്റ്റമാണ്. ഈ ബ്ലഡ് ഓടുന്ന ഏത് സിസ്റ്റത്തിലും മാഗ്നറ്റിസത്തിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ആ ബ്ലഡിന്റെ ഒരു പവർ, അത് ട്രാൻസ്ഫോമർ. അപ്പൊ മനസ്സിലായല്ലോ? ഇതൊക്കെ നമ്മളിത് പഠിച്ച ആൻസർ പഠനം, അല്ലെങ്കിൽ അവിടെ നമ്മൾ ടോപ്പ് ആവും. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ബോഡിയിൽ എത്ര മാഗ്നറ്റിസം ചെന്നാലും ബോഡിക്ക് ആവശ്യമുള്ള എനർജിയെ ബോഡി എടുക്കത്തുള്ളൂ. ആ ആവശ്യമുള്ള എനർജി മതി സെൽസിന്. ആവശ്യക്കുറവ് സ്കേഴ്സിറ്റി വരുമാണ് പ്രശ്നം. ഇന്ന് നമ്മുടെ ബോഡിക്ക് ഭൂമിയിൽ നിന്ന് കിട്ടുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ഈ ബയോടെർത്തിൽ നിന്ന് കിട്ടുന്ന എനർജി നമ്മൾ സ്വരൂപിച്ച് വെക്കാനൊന്നും പറ്റുന്നില്ല. കാരണം നമ്മൾ അയൺ കൂടാരത്തിലാണ് ജീവിക്കുന്നത്. ടണ്ണ് കണക്കിന് അയണാണ് നമ്മുടെ ടെറസില്, ടണ്ണ് കണക്കിന് നമ്മുടെ ജനലും കമ്പികളും കാറെ കയറിയാലാണ് അയൺ മയമാണ്. നമ്മൾ അയൺ കൂടാരം എന്ന് പറയും. അതിൻ്റെ അകത്താണ് നമ്മൾ ഈ മാഗ്നറ്റിസം ഈ ബയോടെർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് പോരാ, എനർജി പോരാ. എനർജി നമുക്ക് കിട്ടുന്നുണ്ട്, വലിച്ചുകൊണ്ടും പോകുന്നുണ്ട്. പിന്നെ മേളില് കുട പോലെ എന്തുണ്ട്? വൈഫൈ റേഡിയേഷനും ഉണ്ട്. പിന്നെ നമ്മുടെ നെഞ്ചത്ത് മൊബൈലും ഉണ്ട്. പിന്നെ നമ്മൾ ഈ ബയോടെർ 100% വിജയിക്കുമോ? ജയിക്കത്തില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് നമ്മുടെ ബോഡിയിൽ നിന്ന് ബയോമാഗ്നറ്റിക് ചാർജ് പോകല്ലേ. ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അതായത് നമുക്കൊരു ഈ റെസ്റ്റ് ബാൻഡ് എന്ന് പറഞ്ഞ സംഗതി ഇവൻ പുലിയ, പിന്നെ അത് 33 മാഗ്നറ്റ് ഉണ്ട്. അപ്പൊ ഈ പുലിയൊക്കെ നമ്മൾ സ്വീകരിക്കണം. നമ്മുടെ കാലയിലോ കയ്യിലോ ഇപ്പൊ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ക്രിസ്ത്യൻസിന്റെ ഇടയില് സത്യം പറഞ്ഞാൽ ഈ ബെന്തിക്കോസോ അങ്ങനെ വേർപാടോ അല്ല അങ്ങനെ ഓർത്തഡോക്സ് ആയിട്ടുള്ളവർക്ക് ഇത് കെട്ടിക്കൊണ്ട് പോകാൻ ആക്ഷേപമൊക്കെ പള്ളിയിലൊക്കെ ബുദ്ധിമുട്ടാണ്.
കാരണം ഞാനും കെട്ടിക്കൊണ്ട് പോരല്ല കയ്യല്ല. അപ്പൊ എല്ലാം ചോദിക്കും, നീ RSS ആണോടാ, നീ എന്തോ ചെയ്തടാ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ നമ്മൾ എന്തിനാ അതിന് മനപ്രയാസം കൊടുക്കുന്നത്? അതുകൊണ്ട് നമ്മുടെ പാനിനടി കാലിന്റെ മെളിക്കൽ അത് നല്ല എഫക്റ്റാണ്. ഇപ്പൊ ഞങ്ങളുടെ പള്ളി കൂടുതൽ നിന്നാണ് ആരാധിക്കേണ്ടത് കുറച്ച് മിക്കവാറും സമയം. അപ്പൊ ഇത് കാലയിലുണ്ടാകുമ്പോൾ നിന്ന് കാല് കരയ്ക്കത്തുമില്ല. അതും ഒരു കാര്യമായി, നമുക്ക് എനർജിയും കിട്ടും. അപ്പൊ ഈ ഒരു സാധനത്തെ നമ്മുടെ ഒരു കാരണവശാൽ 24 മണിക്കൂറിൽ 1 മിനിറ്റ് പോലും കുളിക്കുന്ന സമയത്ത് മാത്രമേ അഴിച്ചു വെക്കാവൂ. കുളിച്ച് കഴിഞ്ഞ് തോർത്തി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഇത് കെട്ടിയിട്ടേ ബാക്കി പരിപാടി ചെയ്യാവും. കാര്യം കുളിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴായിരിക്കും ഒരു മൊബൈൽ കോൾ വരുന്നത്. പ്രത്യേകിച്ച് എനിക്ക് എപ്പോഴും വരും, അവർ പശുവിനാസം എന്ന് പറഞ്ഞു. പെട്ടെന്ന് നമ്മളെ മൊബൈൽ പിടിക്കും. ആ മൊബൈൽ പിടിക്കുമ്പോൾ ചാർജ് അങ്ങ് പോകും. അത് ഇന്നേ വരെ സത്യം പറയാം അതിന്റെ ഫുൾ സയൻസ് എനിക്കോട്ട് മനസ്സിലായിട്ട് വരും. പ്രാവർത്തികമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിലും എനിക്ക് ഫുൾ ഈ സലീം സാർ ഫുൾ ടൈം വെച്ചിട്ട് മാഗ്നറ്റിക് കൈ കൊണ്ട് എടുത്ത് പണ്ടൊക്കെ നമ്മൾ ആദ്യമേ യൂസ് ഒക്കെ ചെയ്യുമ്പോൾ ഡെമോ ഒക്കെ കാണിക്കുമ്പോൾ മാഗ്നറ്റിക് ചാർജ് ഡീചാർജ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, നമ്മൾ കോൾ കൊടുക്കും. നമ്മുടെ കയ്യിലെ മൊബൈൽ അല്ലെ വേറൊരാള് നമ്മുടെ മൊബൈലോട്ട് വിളിച്ചിട്ട് ഹലോ പറയും. ഇന്ന് അതൊന്നും വേണ്ട. നമ്മൾ കുറിച്ചുകൂടെ ടെക്നോളജിയെ സംബന്ധിച്ചുള്ള അറിവും പ്രാക്ടിക്കൽ നോളജും കൂടി ആ മൊബൈൽ കൈകൊണ്ട് പിടിച്ചാൽ മതി. ഈ കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ കൊട്ടാരക്കര ക്ലാസ് എടുക്കാൻ പോയി. ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് അപ്പൊ എന്റെ ക്ലാസ് ഇച്ചിരി ടച്ചിങ് ആയതുകൊണ്ട് ശ്രീജനങ്ങളെല്ലാം കൂടെ എന്റെ അടുത്തോട്ട് വന്നു. അപ്പൊ ഞാൻ അവിടെ ശ്രീകൃഷ്ണനാണ്. അപ്പൊ നമ്മൾ ഇതെല്ലാം വിവരിച്ച് പറയുമ്പോഴേ അപ്പുറത്ത് ഈ പാഠത്തിൽ ആദ്യം ജോയിൻ ചെയ്ത പേരൊന്നും പറയാം, വലിയൊരു മഹത് വ്യക്തി ഉണ്ടായിരുന്നു. ഈ മഹത് വ്യക്തി വേറെ ആളെ ഡെമോ കാണിക്കും. ഡെമോ കാണിക്കുമ്പോൾ ഈ ഡീചാർജ് ചെയ്യുക. ഡീചാർജ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഈ ഡയറക്റ്റ് ഒരാൾ പുള്ളിയുടെ കോളിനകത്തോട് ആ കോള് നമ്മൾ സ്വീകരിക്കണം. അപ്പം സ്വീകരിച്ചാണ് ഞാൻ ചോദിച്ചു, പുള്ളിയെ നമ്മളിത് വലിയ നേതാവില്ലേ, നമ്മൾ തിരുത്തുന്നത് ശരിയല്ല, അതുകൊണ്ട് പുള്ളി അങ്ങനെ നിന്നു. അപ്പൊ ഞാനിപ്പോൾ ചെയ്യുന്നു, ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ഡിഫറൻസ് കാണും. പുള്ളി വലിയ നേതാവാണെങ്കിൽ ഈ നോളജ് ഇല്ല. പുള്ളി ചെയ്ത് 2-3 വർഷം കോൾ കിട്ടുന്നില്ല, റേഞ്ചില്ല. പുള്ളി അത് താഴ്ത്തി വെച്ചു. ഞാൻ ചുമ്മാതെ ഈ മൊബൈൽ നിങ്ങൾ പിടിച്ചാൽ മതി കൈ കൊടുത്തു, ആ ഡീചാർജ് ആയി, ഞാൻ ഡെമോ കഴിച്ചിട്ട് ആഞ്ഞു. അപ്പൊ നമ്മൾ ആ നോളജ്, നമ്മൾ കോളും വേണ്ട ഓണും ആക്കണ്ട, ഈ മൊബൈൽ കയ്യിലോട്ട് പിടിച്ചാൽ മതി, ഉടൻ ഡീചാർജ് ഇമ്മീഡിയറ്റ് വിത്തിൻ നോ സെക്കൻഡ് ബോഡി വിൽ ബി ഡീചാർജ് ഫ്രം മാഗ്നറ്റിസം. എന്നിട്ട് നിങ്ങൾ ഡെമോ കാണിക്കും. എന്നിട്ട് 3 സ്റ്റെപ്പ് ഡെമോ നിങ്ങൾ കാണിക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻസ്. അത് എനിക്ക് തോന്നുന്നു ഈ സൂം ഇരിക്കുന്ന മിക്കവാറും ആർക്കും അറിയത്തില്ല. നമ്മുടെ ഈ ആവേശത്തിന് കൈ പൊക്കി ഈ കൈ പൊക്കാനും താക്കാനൊന്നും, നിങ്ങളിപ്പോ ഒരു പ്രായമുള്ള ഒരു സ്ത്രീയെ, അവരോട് സ്ത്രീയെ വന്നിട്ട് നിങ്ങൾ കൈ പൊക്കുക, ഇതിന്റെ എനർജി കാണിച്ചാൽ മേലോട്ട് പൊക്കുക, നമ്മൾ പറയാനും പറ്റില്ല, അവർ സ്വീകരിക്കത്തുമില്ല. അപ്പൊ ഒന്നും വേണ്ട, നിങ്ങൾ അവിടെ അങ്ങ് ഇരുന്നു, കൈ അങ്ങ് നീട്ട്. നിങ്ങളുടെ കയ്യിലെ ബാൻഡ് ഒരിക്കലും നിങ്ങളുടെ അഴുക്കായ ബാൻഡ് ആ സ്ത്രീയുടെ കയ്യെ കെട്ടരുത്. അവരവിടെ മുഖം ഒന്ന് നോക്കും. എന്റെ കാലയെ നഴിച്ച് പശുവിന്റെ ചാണകവും, അവർക്കറിയാം ഞാൻ വെറ്ററിനറി ഡോക്ടറാണ്, ചാണകവും മൂത്രവും വീഴുന്ന ആ കാലയെ നഴിച്ച് ഈ ബാൻഡ് എടുത്തിട്ട് അവരുടെ നല്ല കയ്യെ, വളയിട്ട കയ്യെ ഞാൻ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാല് എന്റെ ഡിഗ്നിറ്റിക്ക് എന്തൊരു കുഴപ്പമാണ് സംഭവിക്കുന്നത്, ഇല്ലേ? അല്ല ഇപ്പൊ നല്ലൊരു ജെന്റിൽമാന്റെ കയ്യാൽ എന്റെ കയ്യെ കിടക്കുന്ന ബാൻഡ് അവന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവന് മാനസികമായിട്ട് സംഘർഷം ഉണ്ടാവും. അവന് കുഷ്ഠമാണോ സോറിയാസിസ് ആണോ എന്റെ ശരീരത്തിൽ പറ്റുമോ എന്നുള്ള ഇതാവും. ഒന്നും ചെയ്യല്ലേ. ഇതാണ്ട് നിങ്ങൾക്ക് ആ ഡെമോ കാണിക്കാൻ, നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വാങ്ങിക്കണം. അതിൻ്റെ അകത്തൊരു 10 ml വെള്ളം മതി, നിറച്ചൊന്നും വാങ്ങിക്കല്ലേ. ഈ 10 ml 5 ml വെള്ളം അതിങ്ങനെ കൈ ബാൻഡിങ്, ഞാൻ കാണിക്കുന്നത് കാണുന്നുണ്ടോ? ആരെങ്കിലും ഉത്തരം പറ. ജസ്റ്റ് ആ ബാൻഡിലോട്ട് ഇങ്ങനെ വെച്ചാൽ മതി. അപ്പൊ അത് ആദ്യത്തെ ഇത് മാറ്റി സ്റ്റേബിള് വെച്ച് ഇങ്ങനെ വെച്ചിട്ട് കൈ നീട്ടാൻ പറയാ. 2 കൊല്ലം കൊണ്ട് ഒരു പ്രഷർ കൊടുക്കുമ്പോഴത്തേക്ക് കൈ താഴെ പോകും. ആ സ്ത്രീയുടെ വയ്യാത്ത സ്ത്രീയുടെ കൈ താഴെ പോകും, ആരോഗ്യമുള്ളവനെ പോയി. അപ്പൊ നമ്മൾ പറയുന്നത് പോയില്ലേ, നിങ്ങൾ എത്ര ശക്തി പിടിച്ചാലും പോകും, അതേ കൊണ്ട് ആരെ കൊണ്ടും പറ്റത്തില്ല. എന്നാൽ നമ്മുടെ ബാൻഡ് ഒരു എനർജി ബാൻഡാണ്. അത് നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ പച്ചവെള്ളം കൊണ്ടുവന്ന് ഈ ബാൻഡിലോട്ട് ഞാൻ 1 സെക്കൻഡേ വെച്ചുള്ളൂ. ഞാൻ ഇങ്ങനെ തൊട്ടിട്ട് ഞാൻ ഇവിടെ ഒന്ന് ആക്കിയതേ ഉള്ളൂ. ഒരു ഡ്രോപ്പ് വെള്ളം എന്റെ കൈയുടെ പത്തിയുടെ തൊലിപ്പുറത്താക്കുന്നേ ഉള്ളൂ. എന്നിട്ടൊന്ന് ബ്രീത്ത് ചെയ്തേ, ഈ കൈ ഒന്ന് ഇട്ടിക്കുന്നു. നമ്മൾ വെച്ചാൽ പോകത്തില്ല, താഴോട്ട് പോകത്തില്ല. നിങ്ങൾ അവിടെ 100% വിജയിച്ചു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഐസേ കൈ ഇങ്ങനെ നീട്ടി കൊടുക്ക് ആരോഗ്യം കൊടുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവന്റെ കൈ ലൊക്കേഷനാവും. അവർക്കല്ലോ നമുക്കതറിയാവേ. അത് സാറെന്തോ സാറേ ആദ്യമേ സാറ് നല്ലപോലെ ചെയ്തു, ഇപ്പൊ സാറ് നല്ലപോലെ ചെയ്യുന്നില്ല, നല്ലപോലെ ചെയ്യേ, എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ പറയത്തുള്ളൂ. നമ്മൾ അവിടെ ഫെയിലിയർ ആവും. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മുടെ വാട്ടറും കൊണ്ടുപോകല്ല. അതെന്തോ സാറ് കൊണ്ടുവന്ന എന്തോ വാട്ടറാ,
അതിനകത്ത് മാജിക് പവർ ഉണ്ട്. അത് വെച്ചാൽ അങ്ങനെ നിങ്ങളുടെ വെള്ളം നിങ്ങളുടെ കുപ്പി നിങ്ങൾക്ക് തരുന്നതായ ബാൻഡ് ഇതാണ്ട് വെച്ചു. വളരെ സിമ്പിളാണ്. നമ്മളെ കാര്യങ്ങള് നമ്മുടെ പ്രാക്ടിക്കൽ ഫീൽഡിൽ നമ്മൾ തന്നെ ഊരിത്തിരിയണം. നമ്മൾ തന്നെ നമ്മുടെ ബ്രെയിൻ കൊണ്ടോ നമ്മുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസോ ഊരിത്തിരിഞ്ഞ് നമ്മളത് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കോൺഫിഡന്റ് ആകത്തുള്ളൂ. നമുക്ക് കോൺഫിഡന്റ് ആയെങ്കിലേ നമുക്കത് ശരിക്കും പ്രവർത്തിച്ചിട്ട് അവരുടെ മനസ്സിൽ നമുക്ക് കയറി പറ്റാൻ പറ്റും. നമുക്ക് കോൺഫിഡന്റ് അല്ലാത്തൊരു സംഗതി എങ്ങനെ നമുക്ക് മറ്റുള്ളവരോട് പറയാനായിട്ട് സാധിക്കും? പറ്റുമോ? അതാണ് ഇതുപോലുള്ള സൂം മീറ്റിങ്ങിനുള്ള കാര്യം. നിങ്ങൾ തന്നെ ഇനി ട്രൈ ചെയ്യണം. 2-3 പ്രാവശ്യം ഫെയിലിയർ ആവും, അപ്പൊ നമുക്ക് കോൺഫിഡന്റ് ആവും, അപ്പൊ നമ്മൾ ഹാപ്പി ആവും, അവരും ഹാപ്പി ആവും, നമുക്ക് സെയിൽ കിട്ടും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് പേരുടെ ഒരു കുഴപ്പമൊന്നുമില്ല. ഞാൻ കണ്ടു എന്റെ കണ്ണിന് മുമ്പിൽ ഒരുപാട് ടീംസ് ഉണ്ട്. പത്തനാപുരം ഒരുപാട് ടീംസ് ഉണ്ട്. ഒരു വീട്ടിൽ ഞാനൊരു ദിവസം ചികിത്സയ്ക്ക് പോകാറുണ്ട്. ചികിത്സ കഴിച്ചിട്ട് ഞാൻ കൈയൊക്കെ കഴിക്കുന്നതിന് അപ്പുറത്തൊരു തൊട്ടപ്പുറത്തെ വീട്ടിൽ വേറെ ടീം വന്നിട്ട് ഒരു ഡെമോ കാണിക്കുക. ഡെമോ കാണിച്ചാൽ അമ്മറിന്റെ ഡെമോ കാണിക്കുക. ഡെമോ കാണിച്ചപ്പോൾ ഞാൻ എന്തുവാ ചെയ്യുന്നത്? ഇദ്ദേഹം ഈ ഡയറക്റ്റ് ഈ ബാൻഡ് കയ്യെ നയിച്ച് അവരുടെ കയ്യനം കെട്ടിയിട്ട് കൊടുക്കുക. ഇപ്പൊ റിവേഴ്സായി. കാരണം നമ്മൾ ഈ ബാൻഡ് കെട്ടിയിട്ട് നമ്മൾ ആ ഒരു വ്യക്തിയുടെ ശരീരം തൊട്ടാൽ മതി, അവരും ചാർജ് ആവും. അതുകൊണ്ട് ആ ട്രെയിൻ ഡെമോ കാണിക്കത്തില്ലേ? തോളെ പിടിച്ച് 10 പേര് പിടിച്ച് തന്നാലും അവസാന ആളുടെ പേരിൽ ഇച്ചിരി വെള്ളം തൊട്ടാൽ മതി, സെയിം എഫക്റ്റ് ആവും. അപ്പോൾ നമ്മള് ബാൻഡ് ഊരി നമ്മൾ ഫോൺ എടുത്ത് സെൽഫ് ഡീചാർജ് ചെയ്തതിന് ശേഷം മാത്രമേ ഡെമോ കാണിക്കൂ. അല്ലെങ്കിൽ റിവേഴ്സ് ആക്ഷൻ വരും, നമ്മൾ അവിടെ ഫെയിലിയർ ആകും. അത് ഓർത്തോണം. അതെല്ലാവർക്കൊന്നും അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഒരു വലിയ സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ യൂസേജ് ഓഫ് പ്രൊഡക്റ്റ് ഇസ് മോസ്റ്റ് ഇനി വെരി ഇമ്പോർട്ടന്റ്. ഞങ്ങൾ ഈയിടെ ഡെവലപ്പ് ചെയ്തൊരു കാര്യം, അത് ഒത്തിരി എഫക്റ്റീവായി ഒത്തിരി പേര് ഞങ്ങളെ സഹായിച്ചു കൊടുക്കും. നമ്മൾ പില്ലോ പാടുണ്ട് അല്ലേ? അതിനകത്ത് 30 മാഗ്നറ്റ് ഉണ്ട്. അതൊരു ഭയങ്കര സംഭവമാണെന്ന്. ഡോഷി നിങ്ങളുടെ ഹെഡിൽ വെക്കാനായിട്ട് പറഞ്ഞു. എന്താ കാര്യം എന്നറിയാം? ഈ കഴുത്തിന് മേളിലോട്ടുള്ള സാധനമാണ് ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവനാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. ഹാർട്ടിന്റെ ജോലി ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊടുക്കുക എന്നുള്ളത് സത്യം. ഇവനാണ് കൺട്രോൾ. തലമണ്ടയാണ് ഇമ്പോർട്ടൻറ്റ്. വൈറ്റൽ ഓർഗൻ ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞാൽ ബ്രെയിനാ അല്ലേ? ആ ബ്രെയിന് നമ്മൾ എടുക്കുന്ന ഒരു സാധനം. ഒരു വലിയൊരു കമ്പ്യൂട്ടർ നിർമ്മിക്കാൻ ഈ ബ്രെയിനാ ഉപയോഗിച്ചത് അല്ലേ? നമ്മൾ കമ്പ്യൂട്ടർ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ ആരാ നോളജ് കൊടുത്തത്? നോർമൽ ആക്കാൻ പറ്റുക മാക്സിന് മാത്രം അതിന്റെ എല്ലാ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഓരോ പോയിന്റിനും ഓരോരോ ഫംഗ്ഷനാ. മനസ്സിലായില്ലേ? അല്ലാതെ ഇത്രയുള്ള സാധനത്തിന് ഒരു ഫംഗ്ഷൻ കൊടുക്കല്ല. സൂര്യൻ കൊണ്ട് കുത്തുന്ന ആയിട്ടുള്ള ഒരു ഭാഗം കുത്തുന്ന ഒരു സെല്ലിനും ഒരു ഫംഗ്ഷൻ കൊടുത്തിരിക്കുക ബോഡി. അപ്പൊ ആ സെല്ല് ഇല്ല ഒരു അത്രയും വീതി അനുസരിച്ച് 30 ഡിവൈഡ് പറ്റും. അതുകൊണ്ടാണ് 30 മാഗ്നറ്റ് നമ്മുടെ ബ്രെയിൻ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം? നമ്മളിപ്പോ ചെസ്റ്റ് കാവിറ്റി നമ്മൾ മറന്നാ കിടക്കുന്നത്. നമ്മൾ അത്രയും പവർ വരത്തില്ല. കാരണം അത് നമുക്ക് അനുഭവപ്പെടാം. നമ്മുടെ മേളിൽ ഒരു മാഗ്നറ്റ് വെച്ച് ഔട്ടി പിടിക്കത്തില്ല. അത് മാഗ്നറ്റിക് ചാർജ് കുറവായിരിക്കും. നമ്മുടെ ലങ്സും നമ്മുടെ ഹാർട്ടും വിടാം. അപ്പൊ നമ്മുടെ ഈ പില്ലോ പാഡ് തന്നിരിക്കും. പില്ലോ പാഡ് എടുത്തിട്ട് നമ്മുടെ ഇതിനകത്ത് വെക്കണം. പാഡില്ല കാണിച്ചാൽ ഇങ്ങോട്ട് കെട്ടി വെക്കണം. പെണ്ണുങ്ങളാണ് നൈറ്റിൽ ഇങ്ങനെ ബട്ടൺസ് ഇട്ടേക്കാം. നമ്മൾ കിടന്നുറങ്ങും, കെട്ടിപ്പിടിച്ചെന്നുറങ്ങും. അപ്പൊ അടിയിലും മാഗ്നറ്റിസം ഉണ്ട്, മേളിലും ഉണ്ട്. നമ്മൾ എത്ര വിമർശനമോ എത്ര ശ്വാസകോശമോ എത്ര പനി വരുന്നത് എങ്ങനെ? റെസ്പിറേറ്ററി ഡിഫിക്കൽട്ടീസ് കൊണ്ടാണ് പനി വരുന്നത്, എക്സ്ക്രീഷൻ വരുന്നത്. അപ്പൊ നമ്മൾ മേളില് പില്ലപ്പാടും അടി. അപ്പൊ നമ്മൾ ചോദിക്കും, അന്നേരം സാറേ എങ്ങനാ ഏറ്റവും മിഷനറി അവിടെ വെക്കാനില്ലല്ലോ. നമ്മുടെ ഈ ബെഡ് കുറച്ച് മേളിലോട്ടൊക്കെ വലിച്ചിട്ടാ മതി, തലങ്ങടെ മേളിലോട്ട് വലിച്ചിട്ടാ മതി. അപ്പൊ ഹെഡും ബോഡിയും റെസ്റ്റ് ചെയ്യും. നമ്മുടെ സ്റ്റൊമക്ക് ഇവിടെ എന്തെല്ലാം ഉണ്ട്? റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്, ലങ്സ് ഉണ്ട്, ഹാർട്ട് ഉണ്ട്, പിന്നെ കുറച്ച് ഡൈജസ്റ്റീവ് പാർട്ടികൾ കുറച്ച് ഭാഗം കൂടെ കവർ ചെയ്യും.
ചെയ്ത് നല്ല ഉറക്കം കിട്ടും, നല്ല മോഷനും കിട്ടും, നല്ല ഓക്സിജനും കിട്ടും, നമ്മുടെ ലങ്സ് ഒക്കെ നല്ല തയ്യാറാകും. അപ്പൊ അത് നമ്മൾ ട്രൈ ചെയ്യാം. അങ്ങനെ പറഞ്ഞു. അപ്പൊ അത് ഞാൻ ചെയ്ത് എനിക്ക് ഈ വർഷം എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാ വർഷവും 2 പനി വരുന്നു. ഈ വർഷം എനിക്ക് പനിയുടെ ലാഞ്ചന വന്നപ്പോഴേ ഞാൻ ഈ പില്ലോപ്പാട് അകത്ത് എത്തിയിട്ട് ഞാനും വൈഫും അകത്ത് വെച്ചിട്ടു കംപ്ലീറ്റ് മാറി. അത് 48 മണിക്കൂറിന് അങ്ങനെ ഒരു പാരസെറ്റമോൾ പോലും കഴിച്ചില്ല. ട്രീറ്റ്മെന്റ് ആയിരുന്നു. അമേരിക്കയിൽ നിന്ന് മക്കളും കൊച്ചുമക്കളും വിളിച്ചു പറഞ്ഞു, അപ്പ മോന് പനിയാ. ഞാൻ പറഞ്ഞു, മോനെ നീ ആശുപത്രിയിലും പോകണ്ട, ഒന്നും ചെയ്യണ്ട, ഈ പില്ലോപ്പാട് നിന്റെ ബെന്നിന്റെ അകത്തോട്ട് കയറ്റി വെക്കുക, നീ കിടന്നു തുടങ്ങി. 2 ദിവസം വിളിച്ചിട്ട് പനിയെല്ലാം പോയി, സ്കൂളിൽ പോയി. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മൾ നമ്മളതായിട്ട് ഉരുത്തിരിഞ്ഞായ അനുഭവങ്ങൾ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവർ ഹാപ്പി ആവും. അപ്പം പില്ലപ്പാട് ഇതാ. പക്ഷെങ്കിൽ ഈ റിസ്റ്റ് ബാൻഡ് എന്ന് പറഞ്ഞത് നമ്മൾ കയ്യെന്ന് അയക്കണം. കുളിക്കുന്ന സമയത്ത് മാത്രമേ ഇത് അയക്കാം. മനസ്സിലായോ? അപ്പം അത്രയും കാര്യങ്ങൾ മനസ്സിലായി. അപ്പം തന്നെ ഒരുപാട് പേരിനോട് ഞാൻ കൊടുത്തവർ പറയും, സാറേ അത് ഇപ്പം കെട്ടുമ്പോൾ ഭയങ്കര ചൊറിച്ചിലുണ്ട് സാറേ എന്ന് പറഞ്ഞു, വേർപ്പൊക്കെ അടഞ്ഞു. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ കമ്പനി എല്ലാവരും പറയും നനയ്ക്കരുത്. ശരിയാ, നനച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡ്യൂറബിലിറ്റി കൊണ്ട്. ചുമ്മാ അഴുക്ക് പിടിച്ചിട്ട് മൂല ഇടുന്നതാണോ നല്ല, ഇതൊന്ന് കഴുകിയിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പൈപ്പിന്റെ കീഴിലോട്ടിച്ച് സോപ്പ് കെട്ടിയിട്ട് ഇങ്ങനെ കഴിച്ചാൽ മതി, അഴുക്ക് പോവും. മണപ്പിച്ചോ, എന്റെ മാന് മണപ്പിച്ചോ, ഒരു നല്ല ഇപ്പോഴും സ്വീറ്റ് സ്മെല്ലാ. ചിലരുടെ മാന് ഞാൻ ചെല്ലിട്ട് വീട്ടിൽ പഠിപ്പിച്ചോ മുഖാത്സ്യപ്പെടും. അപ്പൊ അത് പറഞ്ഞാലും നമ്മുടെ കൈ കെട്ടാനോ മക്കളോട് കെട്ടാനോ അനുവദിക്കത്തില്ല. ഇങ്ങനെ കഴുകാൻ ഒരു കുഴപ്പമില്ല. എത്ര ആൾ ഇപ്പൊ എനിക്ക് 100-300 പ്രാവശ്യം കഴിയിട്ടുണ്ട്. മിക്കവാറും ദിവസം ഞാൻ എനിക്കൊണ്ട് ഒരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ ആ ആക്ഷന് കുഴപ്പമില്ലല്ലോ. അപ്പൊ അതങ്ങനെ പറഞ്ഞിട്ട് ആവുന്നിടത്തോളം നനയ്ക്കാതിരിക്കാൻ നോക്കും. പക്ഷെ നനച്ച് അഴുക്കായി വെള്ളമെടുത്ത് യൂസ് ചെയ്യാതെ വെക്കുന്നതാണോ നല്ല, നനച്ച് ക്ലീൻ ആക്കി കയ്യിൽ വീണ്ടും കിട്ടുന്നതാണോ, അത് നമ്മൾ ചിന്തിക്കുകയാണ്. മനസ്സിലായി? അപ്പം അത് അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ ഇതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ വീണ്ടും ഭൂമിയുടെ മാഗ്നറ്റിസത്തെ പറ്റി സമയമായോ? ആയല്ലോ അല്ലേ? അപ്പൊ ഞാൻ തൽക്കാലം സമയമായി. എം സി എന്താ പറയുന്നു? സാറേ കുറച്ച് സമയം കൊണ്ട് സാറേ അത് അതൊന്ന് തീർത്തോ സാറേ. അപ്പൊ ഈ നാച്ചുറൽ തിയറിയെ പറ്റി ഒരു ടിപ്പ് കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് അപ്പൊ നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള മാഗ്നറ്റിസത്തിന്റെ എഫക്റ്റ് ശരിക്കും അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ മാഗ്നറ്റിസം നമ്മുടെ ബോഡിയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള, നമ്മൾ എങ്ങും കടയെടുത്തോ ഒരു മനുഷ്യനുണ്ടാക്കിയ ഒരു എനർജി അല്ല ഇത്. ഭൂമിയിലുള്ള എനർജി അത് നമ്മൾ കൂട്ടുന്നു. ഇതിനെ ആശ്രയിച്ചിരിക്കുന്ന നമ്മുടെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും പോസിറ്റീവായിട്ട് പോകും. ഞാൻ 1900 ഇവിടെ ഒരു 8 കിലോമീറ്റർ തന്നെ. എനിക്ക് ഈ വെറ്ററിനറി ഫീൽഡിലേക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാനിങ്ങനെ പശുവിനെ നല്ല ഓപ്പോസിറ്റ് ഒരു പ്രൈവറ്റ് ക്ലിനിക്കുണ്ട്. ആ ക്ലിനിക്കിലെ ഹോമിയോ ഡോക്ടറാണ് ആ ഡോക്ടർ ലേഡി. എന്നാൽ അയാളുടെ ആ സിസ്റ്ററിന്റെ ബ്രദർ എന്ന് പറഞ്ഞ ഒരു മെഡിക്കൽ ഡോക്ടറാ, പ്ലസ് നാച്ചുറോപ്പതി ഡോക്ടർ, രണ്ടുമുണ്ട്. അപ്പൊ അയാൾ ബാംഗ്ലൂരിൽ നിന്ന് വർഷത്തിൽ 2 പ്രാവശ്യം വരും. 2 വർഷം വരുമ്പോൾ അവരുടെ വീടിന്റെ അവിടെ ഇച്ചിരി ഗ്രാമപ്രദേശം ഇച്ചിരി കൂടെ പോകണം. പോയിട്ട് അവിടെ ഒരു 10-12 കുഴി എടുത്തിടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 അടി ഹൈറ്റ്, 5 അടി ആയിട്ടുള്ള പല ഹൈറ്റിലുള്ള കുഴി എടുത്തിടും. ഒരാൾക്ക് നിൽക്കത്തൊക്കെ ഉള്ള കുഴി എടുപ്പിച്ചിട്ടിട്ട് അപ്പൊ ഇദ്ദേഹം വരുന്ന സമയത്ത് ഡോക്ടർ രാമകൃഷ്ണൻ ഇന്ന ദിവസം വരുന്നെന്നും പറഞ്ഞ് നോട്ടീസ് ഇടും, നോട്ടീസ് കൊടുക്കും. പുള്ളി വരുന്ന ആ സമയത്ത് ഒരിക്കൽ അവിടെ ചെന്ന് നിന്നുണ്ട്. വലിയൊരു കാഴ്ച ഞാൻ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം. അത് ഞാൻ സർവീസിൽ കയറിയപ്പോൾ കിട്ടിയ സംഭവം, ഒരു നോളജാ. പുള്ളി എന്ത് ചെയ്യുന്നറിയാമോ? ഇവരെ ഒരു ജെട്ടി മാത്രം ഇടിയിപ്പിച്ചിട്ട്, ഈ പെണ്ണായാലും പെണ്ണുങ്ങൾക്ക് പ്രായമോ അല്ല അണ്ടർ ഗാർമെന്റ്സ് കാണും. എന്നിട്ട് ഈ കുഴിക്കകത്ത് ഇറക്കി നിർത്തിയിട്ട് മണ്ണിടും. മണ്ണിട്ടിട്ട് ഈ കഴുത്തിന്റെ ഇവിടം വരെ ശ്വാസം കഴുത്ത്, എന്നിട്ട് ഒരു മണ്ണ് നനച്ചാല് മണ്ണായ ഒരു സഞ്ചി എടുത്ത് തലയിലും. അപ്പൊ ഫുള്ളായിട്ട് ഈ മണ്ണിന്റെ അകത്തായിരിക്കും. അത് ഓരോരുത്തരുടെ രോഗത്തിന്റെ ഇന്റൻസിറ്റി 2 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, 6 മണിക്കൂർ ഇങ്ങനെ കൊടുക്കും. എന്തെങ്കിലും തേസ്റ്റോ വല്ലതും വരുവാണെങ്കിൽ വെള്ളം കൊടുത്ത് ഇവര് പിന്നെ ഈ മണ്ണ് മാന്താനൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ടെക്നോളജി പുള്ളികളുണ്ട്. എടുത്തു നിങ്ങൾ അപ്പുറത്തെ ബാത്റൂം സജ്ജീകരിച്ച് കുളിച്ചിട്ട് പോകും. അപ്പൊ അവർ
അങ്ങനെ ഒരു 2 ദിവസം 3 ദിവസം അല്ലെങ്കിൽ 7 ദിവസം അങ്ങനെ ട്രീറ്റ്മെന്റാ. ഞാൻ പിന്നെ മാഗ്നറ്റിക് ട്രീറ്റ്മെന്റ് ആണെന്ന് അന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ ഞാനത് റിഗ്രറ്റ് ചെയ്യുന്നു. ഡയറക്റ്റ് മാഗ്നറ്റിസം ശരീരത്തിൽ കൊടുക്കുക. അപ്പൊ ഹോൾ ബോഡി ഈസ് അണ്ടർ ദ പ്രഷർ ഓഫ് മാഗ്നറ്റ്. അപ്പൊ എല്ലാ സെൽസിനും ആവശ്യമുള്ള റിജനുവേഷൻ വിത്തിൻ ഷോർട്ട് ടൈമിൽ കിട്ടും. നമ്മുടെ ഈ ബാറ്ററി നിന്ന് കഴിഞ്ഞാൽ അതേ കിടക്കുമ്പോൾ ഒരു സൈഡേ കിടക്കുന്നുള്ളവരായിരുന്നു. ഇത് ചുറ്റുപാടും ഭൂമിയുടെ മാഗ്നറ്റ്. അപ്പം എല്ലാ നാഡീനരമ്പുകളും വർഷത്തിൽ ഓരോ ചികിത്സ ശരിയാണ്. പക്ഷെ കൂടി മരിച്ചു. അപ്പം അതൊരു അറിവ്. നിങ്ങൾ നാളെ കുഴിക്കാത്ത അപ്പൊ അതൊരു നമ്മുടെ ചുറ്റുപാടിൽ പോയി. അതിന് പകരം നമ്മുടെ ഈ ബാറ്ററി ഈ പ്രോപ്പർ യൂസേജ് നമുക്കറിയാം. നമ്മൾ കൊടുത്ത ആൾക്കാരെല്ലാം ഒരുപാട് ഞാൻ കൊടുത്ത ഉൾപ്പെടെ അല്ലെ നിങ്ങൾ കൊടുത്ത എല്ലാവരും പ്രോപ്പർ യൂസ് ചെയ്യുന്നില്ല. ആദ്യത്തെ കോതിക്ക് നമ്മൾ പറയുമ്പോൾ ബാൻഡ് കിട്ടും, പിന്നെ അത് വാടയ ചോർച്ചില്ല, അല്ല അത് പോയി അത് താത്തു. വെള്ളമോ ഞാൻ പച്ചവെള്ളം കുടിച്ചോണ്ട് ഒന്ന് ചുമച്ചു. ഞാൻ പണ്ട് ഇപ്പൊ പച്ചവെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ചൂടുവെള്ളം കുടിച്ചുകൊണ്ടിരുന്ന വ്യക്തി പച്ചവെള്ളം കുടിക്കുമ്പോൾ ചുമയ്ക്കും. അവളോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ ഈ ചുമച്ചു കഴിഞ്ഞാൽ 4 ദിവസത്തെ ചുമയ്ക്കും. ഈ വെള്ളം നമ്മുടെ ശരീരമായിട്ട് യൂസ്ഡ് ആകുമ്പോൾ ചുമ തന്നെ മാറും. പിന്നെ അത് ചുമയ്ക്കൊരു ട്രീറ്റ്മെന്റ് വേണം. അപ്പൊ അത് നമ്മൾ ഈ പറയുന്നത് കൊടുക്കുമ്പോൾ അതൊന്നും ഈ ഫോളോ അപ്പ് ഒന്നും ഈ പരിപാടിയിൽ നടക്കാൻ പോകുന്നില്ലെന്ന് ഞാനിങ്ങനെ പറയും, നിങ്ങളും പറയും ഫോളോ അപ്പ് കൊടുക്കണം എന്ന് പറയാം. ഒന്നും നടക്കാൻ പോകും. നമ്മൾ സെയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ്റെ തന്നെ താഴോട്ട് അങ്ങ് പോകും. നീ കിട്ടാനുള്ളത് കിട്ടി, ഇനി അവൻ ഉപയോഗിക്കാതിരിക്കുക എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ എന്ന് പറയും. നമുക്കുള്ളത് കിട്ടി. പക്ഷെങ്കിൽ നമ്മൾ ഒരാളോട് പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴേ നമ്മളൊരു സത്യസന്ധമായിട്ട് പറയണം. ഞാൻ ആദ്യമേ ഒക്കെ പറയല്ലേ, ഇതിനകത്ത് ദൈവത്തിന്റെ വലിയൊരു സംഭവമായത്. അപ്പൊ അതിനൊരു സത്യസന്ധത വേണം, സിൻസിയറിറ്റി വേണം, ഡെഡിക്കേഷൻ വേണം. പിന്നെ ഈ എക്സാജറേഷൻ എന്ന് പറയല്. ഞാൻ ഈ പ്രോഡക്റ്റ് അങ്ങോട്ട് ഉപയോഗിച്ചു 2 ദിവസം കഴിഞ്ഞ റീഡിങ് നോക്കി പറഞ്ഞ 460 നേരെ 120 വന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഞാൻ വിശ്വസിക്കും. ഡയബറ്റിക്കിനൊക്കെ ചിലർ അല്പം പക്ഷെ തിയറിറ്റിക്കൽ വേ സയൻസ് ഡോക്ടർ ആയതുകൊണ്ട് ഡൗൺ ആവുമെന്ന് പറയാം. അത് ഞാൻ ചില ടെസ്റ്റ് മണിയൊക്കെ കേട്ടിട്ടുണ്ട്. നിങ്ങളോട് പറഞ്ഞ അവർ പറയുന്നതിൽ ഞാൻ തെറ്റുണ്ട്. എനിക്ക് അവർ ചോദിക്കാം, എന്നാ സാറിഞ്ഞോട്ട് വന്ന് പരിശോധിച്ച് നോക്കി. ശരിയായിരിക്കും. പക്ഷെ എന്റെ റിസൾട്ടിലില്ല. ഡയബറ്റിക് ഒരുപാട് ടൈം എടുക്കും. ഒരുപാട് സൈക്കിള് RBCയുടെ സൈക്കിള് പോയെങ്കിൽ മാത്രമേ ഡയബറ്റിസ് വരത്തില്ല. അപ്പം നമ്മുടെ ഓൾ ടുഗദർ നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യന് നല്ല ആരോഗ്യപരമായിട്ട് 2 മെയിൻ രോഗം വന്ന അസുഖം പൂർവ്വസ്ഥിതിയിലോട്ടാകാനും ഗ്രാജുവലും ഇത് സഹായിക്കും. പിന്നെ ബിസിനസ് കാര്യമൊന്നും ഞാൻ പറയത്തില്ല. ബിസിനസ് കാര്യം തീർച്ചയായിട്ടും ഇത്രയും സമയം എന്നെ ശ്രദ്ധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ, ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. ഗോഡ് ബ്ലെസ് എവരിബഡി. ഓക്കെ, താങ്ക് യു സർ. ഒരു ഫിസിക്കൽ പ്രോഗ്രാം ആയിരുന്നുവെങ്കിൽ കയ്യടികളുടെയും കൂവലുകളുടെയും വിസിലുകളുടെയും പേമാരിയായി മാറിയെന്നെ. കാരണം അതിഭയങ്കരമായ രീതിയിൽ ഇതുവരെയും കേൾക്കാത്ത രീതിയിലാണ് ഇന്ന് ഡോക്ടർ സാറ് ക്ലാസ് എടുത്തത്. എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എല്ലാവരുടെയും മുഖത്ത് നമുക്ക് അതിന്റെ ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നേരിട്ടല്ല എങ്കിലും എല്ലാവരും ഹൃദയത്തിന്റെ ഭാഷയിൽ സാറിനെ അനുമോദിക്കണമെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുന്നു. എന്നിരുന്നാലും സാർ പറഞ്ഞ പോലെ ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. എന്നിട്ടും കസ്തൂരി അന്വേഷിച്ച് പോകുന്ന ഒരു അവസ്ഥയിലാണ്, ആ ഒരു അവസ്ഥയിലാണ് ഇന്ന് നമ്മളുള്ളത്. ഇത്രയും നല്ലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല, ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നില്ല. കാരണം എക്സ്ക്യൂസുകളുടെ പുറകെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ആരെല്ലാം എക്സ്ക്യൂസുകൾ പറയാൻ തയ്യാറാവുന്നോ അവരെല്ലാം ഫെയിലറായി എന്നുള്ളതാണ് നമുക്ക് എല്ലാ കണ്ട ലിംഗവിദ്യയില്ല. എത്ര നല്ലൊരു കൺസൾട്ട് ആയി കിട്ടിയിട്ട്
പലരും നമ്മളോട് ചോദിക്കും എന്തുകൊണ്ട് ഇത് കിട്ടിയിട്ട് വിജയിച്ചില്ല എന്ന്. ആ ഒരു ചോദ്യത്തിന്റെ മുൾമുനയിൽ നിൽക്കാൻ നമ്മൾ തയ്യാറാകാതെ ഇതിലൂടെ വിജയിക്കുക, നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, നല്ലൊരു കരിയർ പടുത്തുയർത്തിക്കൊണ്ട് നല്ലൊരു പേഴ്സണാലിറ്റി മാറാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇന്നത്തെ ക്ലാസ് എടുത്ത രാജു സാറിനെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഇതിനെ കൺക്ലൂഡ് ചെയ്തായി ഇറക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.